Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് കെഎസ്ഇബി നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ. മീൻ പിടിക്കുന്നതിനിടയിൽ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതിക്കടയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച വഴിക്കട് വെള്ളക്കട്ടയിലെ അനന്തുവിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ഇബിയുടെ അനാസ്ഥയാണ് ഈ ദാരുണ സംഭവത്തിന് കാരണമായതെന്നും വി.എം. സുധീരൻ പറഞ്ഞു. ഈ ഭാഗത്ത് കെഎസ്ഇബിയുടെ കേബിൾ പ്രവൃത്തി പൂർത്തിയാകാത്തതിനാൽ നാട്ടുകാർ അപകട സാധ്യത നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേബിളിടാത്ത ഭാഗത്തു നിന്നുമാണ് അനധികൃതമായി വൈദ്യുതി നേരിട്ട് ഫെൻസിംഗിലേക്ക് നൽകിയത്. അതിനാൽ സമഗ്രമായ അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ഇത് യുഡിഎഫ് രാഷ്ട്രീയമാക്കി മാറ്റുന്നു എന്ന് എൽഡിഎഫ് ആരോപിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറം ഉദ്യോഗസ്ഥ വീഴ്ചയിൽ അന്വേഷണം നടക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതീക്ഷയോടെ ആ കുട്ടി വളർന്നു നോക്കിയിരിക്കുന്ന കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയുമാണ്. ഈ കാര്യത്തിൽ ഉചിതമായ നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു ദുരന്തത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു. ഒരു തരത്തിലും രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്താനാണ് ഇവിടെ സംഭവിച്ചു പോയി. ഇവർ സംഭവിച്ചതിൻ്റെ കാര്യം നമ്മൾ ആളുകൾ മനസ്സിലാക്കുന്നത് ധാരാളം അവർ ജാഗ്രത കാണിച്ചിരുന്നു. ആ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ അത് ഗുരുതരമായ വിഷയമാണ്. അത് ശരിയായ അന്വേഷണം നടത്തണം. യഥാർത്ഥ കുറ്റവാളികളെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ആരാണോ അവരെ കണ്ടെത്തി അവർക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കുക നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ വൈദ്യുതി ബോർഡിൽ സംഭവിച്ച ആ ഒരു വീഴ്ച ഒരു ജീവനാണ് എടുത്തു. ഒരു കുടുംബത്തിൻ്റെ സർവ്വ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ന്യായമായ രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. ഈ കാര്യത്തിൽ സർക്കാർ വൈകാതെ അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തികഞ്ഞൊരു മാനുഷിക. അനന്തുവിന്റെ മരണത്തോടെ ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ് ഇല്ലാതായത്. അതിനാൽ കെഎസ്ഇബി നഷ്ടപരിഹാരം നൽകണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, എടകര.